കേരളത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാർ ആ ജില്ലയിലും മറ്റ് ചുമതലയുള്ള മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്ന ഇതേപോലെയുള്ള യോഗങ്ങൾ നടക്കുന്നു. ഇനി തിരുവനന്തപുരം ജില്ലയിൽ കൂടിയാണ് ഇത്തരമൊരു യോഗം നടക്കാനുള്ളത്. ജില്ലയുടെ എല്ലാ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികൾ മുതൽ ബിസിനസ് രംഗത്തുള്ളവർ, എല്ലാ മേഖലയിലുള്ളവർ, അധ്യാപകർ, സാംസ്കാരിക പ്രവർത്തകരെല്ലാം ഉണ്ട്. ഇവിടെ സ്കൂൾ കുട്ടികൾ വളരെ നല്ല പെർഫോമൻസ് നടത്തിയ സ്കൂൾ കുട്ടി മുതൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 42ാം റാങ്ക് മേടിച്ച നന്ദന ഉൾപ്പെടെ ഇന്നത്തെ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കൂടി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ്. ഇതുകൂടാതെ വിവിധ മേഖലകളിൽ വെച്ചിട്ട് സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, സ്പോർട്സിൻ്റെ രംഗത്തെ യുവജനങ്ങൾ, SC/ST മേഖലയിലെ പ്രത്യേക പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള യോഗങ്ങൾ ചേർന്നത്. ഇതെല്ലാം ആത്യന്തികമായി കേരളത്തിന് ഗുണമുണ്ടാകാനാണ്. ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ഒരു സംസ്ഥാനം, ഒരു പ്രദേശം, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകണം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം അടിസ്ഥാന സൗകര്യ വികസനമാണ്. നല്ല റോഡുണ്ടാവണം, നല്ല സ്കൂളുണ്ടാവണം, നല്ല കോളേജ് ഉണ്ടാവണം, നല്ല ആശുപത്രികൾ ഉണ്ടാവണം. ബാക്കി പുതിയ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിക്ഷേപവും വേണം. വിഴിഞ്ഞം തുറമുഖത്തിനപ്പുറം ഒരു ഉദാഹരണം ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ 10-15 തുറമുഖങ്ങളിലായി ഒന്നായ വിഴിഞ്ഞം വന്നു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ, 3 ലക്ഷം ടൺ കേവ് ഭാരമുള്ള സാധനങ്ങൾ കയറ്റാൻ പറ്റുന്ന കപ്പൽ, 2-3 കപ്പൽ ഇതിനകത്ത് ലോകത്തെ പ്രശസ്തമായ ആ ഗ്രൂപ്പിൽപ്പെട്ട കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞു. വിഴിഞ്ഞം വന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ എന്താ ഉണ്ടാവുന്ന നേട്ടം എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. നമ്മുടെ കൊല്ലമടക്കം, ആലപ്പുഴ അടക്കം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഏതൊരു ഭാഗത്തുനിന്നും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാത്രം ചരക്കുകൾ, വലിയ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് എത്തും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത് കൊച്ചി കൊണ്ടിറക്കി, കൊച്ചിയിൽ നിന്ന് കയറ്റി സിംഗപ്പൂരിലിറക്കി, ദുബായിലിറക്കി, മറ്റൊരു കപ്പലിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇവിടെ ട്രേഡേഴ്സിനറിയാം അത് സിംഗിൾ ഷോട്ടിൽ ഒറ്റ കണ്ടെയ്നർ ഇവിടുന്ന് പോയി ലോകത്തെവിടേക്ക് പോകും. യാത്രാ ചെലവ് കുറയും, ഹാൻഡ്ലിങ്ങിൻ്റെ ചിലവും എല്ലാം കുറയും. അതിൻ്റെ ഭാഗമായി കൂടുതൽ വ്യവസായങ്ങൾ വരും. തിരുവനന്തപുരം, വിഴിഞ്ഞം, തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ഒരു ട്രയാങ്കിൾ, ഒരു വികസന ത്രികോണം ഈ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചി നിന്നുള്ള കോയമ്പത്തൂർ വഴി ബാംഗ്ലൂരിലേക്കുള്ള വ്യവസായ ഇടനാഴി, കോഴിക്കോട് നിന്ന് കണ്ണൂർ, കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കുള്ള വ്യവസായ ഇടനാഴി, ഇതെല്ലാം ഇപ്പം ഭൂമിയെടുത്ത് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ കൂടുതൽ വ്യവസായങ്ങൾ വരണം, കൂടുതൽ ഫാക്ടറികൾ വരണം ജോലി കിട്ടാൻ. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഈ സൗകര്യങ്ങളെല്ലാം വന്നാൽ തുല്യമായിട്ട് അല്ലെങ്കിലും ഏകദേശം എല്ലാവർക്കും സൗകര്യങ്ങൾ എത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് ഏറ്റവും പരിമിതിയും പരിഗണന അർഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താലും ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. അങ്ങനെയുള്ള അതിദരിദ്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. 65,000-ഓളം അതിദരിദ്രരുണ്ട് എന്നുള്ളത് കണ്ട് ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ക്യാബിനറ്റിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുമ്പോൾ അവിടെ വന്ന അജണ്ട ഈ അതിദരിദ്രരെ മുഴുവൻ കണ്ടെത്തി അവരെ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് ചെയ്ത് ടാർഗറ്റ് വെച്ച് ഈ നവംബർ 1-ന് ഒരൊറ്റ അതിദരിദ്രൻ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടക്കുകയാണ്. കേരളം നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറും എന്നുള്ളത് മലയാളികളെ എല്ലാം സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. ആ ഒരു കാര്യം മാത്രമല്ല, 62 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 5 ഗഡു ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു, വലിയ തോതിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടാതെ വന്നൊരു സാഹചര്യത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഇപ്പോഴും ആ പ്രശ്നം നിൽക്കുകയാണ്. അത് മുഴുവൻ കൊടുത്തു തീർക്കും. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അടുത്ത ഗഡുവിനുള്ള ഇപ്പോൾ മെയ് മാസത്തെ പെൻഷനൊപ്പം 2 പെൻഷനാണ് പോകുന്നത്. അപ്പോൾ അതോടുകൂടി 2 ഗഡു മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ. ആ 2 ഗഡുവും ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം അതേപോലെ നടപ്പിലാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മുഴുവനും കൊടുത്തു തീർക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമല്ല, 42 ലക്ഷം കുടുംബങ്ങൾ കൊടുക്കുന്ന ചികിത്സാ സഹായം, കാരുണ്യ പദ്ധതി, ഇതുപോലെ എല്ലാവരെയും പരിഗണിക്കുന്ന പുതിയ തലമുറയ്ക്ക് പുതിയ ജോലികൾ, അതിൻ്റെ മേഖലയിലെ ഓരോ കാര്യം പറയുന്നില്ല. കൊല്ലത്ത് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി കൊല്ലം ടൗണിൽ ഒരു IT പാർക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സ്ഥലം കൂടി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റെങ്കിലുമുള്ള ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണം അടുത്ത് തന്നെ തുടങ്ങും. അതിന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വരും. ഇവിടെയും കൊട്ടാരക്കരയും 2 സ്ഥലത്തും സർക്കാരിൻ്റെ സ്ഥലമാണ് എന്നുള്ളതാണ് പ്രത്യേകത. IT പാർക്ക് വരും. ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആഗ്രഹമാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം ഹെഡ്ക്വാർട്ടേഴ്സ്.
ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ മാർച്ച് 31 സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി. ആ സ്ഥലം യുദ്ധകാലാടിസ്ഥാനത്തിൽ 26 കോടി രൂപയിലധികമാണ് അതിന് നൽകിയത്, വാങ്ങിയത്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മഹാകവി കുമാരനാശാനും കൂടി ഷെയർ ഉണ്ടായിരുന്ന തോമസ് സ്റ്റീഫൻ കമ്പനിയുടെ പഴയ ഓട്ട് കമ്പനി നിന്ന സ്ഥലമാണ് പിന്നീട് പല കൈമറിഞ്ഞ് ഇപ്പോൾ വാങ്ങിയത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ മഹാകവി കുമാരനാശാനും കൂടി ഷെയർ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇന്നിപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമായി വരുന്നു എന്നുള്ളൊരു നിമിത്തമാണ്, അതും വരികയാണ്. അതിന് ഡിസൈൻ ഫൈനലായി കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, അതിവേഗം തന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ നിർമ്മാണം തുടങ്ങും. കൊല്ലം കോടതി എത്രയോ പഴക്കമുള്ളതാണ്. ഏകദേശം 100 കോടി രൂപയുടെ ചെലവിൽ ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ കൊല്ലം കോടതിയുടെ പുതിയ ബിൽഡിംഗ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് വലിയ ജില്ലാ ആശുപത്രിയും വലിയ സൗകര്യവും കൊല്ലം മാത്രമല്ല, ഇപ്പോൾ കൊല്ലത്ത് ഓഷ്യനേറിയത്തിന് 200 കോടിയാണ് അനുവദിച്ചത്. അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. വലിയ ടൂറിസ്റ്റ് സെൻറ്റർ. കൊല്ലം മുതൽ തെമ്മലെ ആര്യങ്കാവ് വരെയും തെക്കുന്ന് വടക്കോട്ടും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും എല്ലാ പ്രവർത്തനവും നടക്കുന്നു. 59 കോടി രൂപയാണ് കാപ്പക്സ് ഫണ്ടിലെടുത്ത്, എന്ന് പറഞ്ഞാൽ ദീർഘകാല 50 വർഷത്തെ ലോൺ എടുക്കുന്നൊരു സ്കീമിൽ എടുത്തിട്ട് നമ്മുടെ അഷ്ടമുടിയുടെ ടൂറിസം വികസനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും കൊല്ലം ജില്ലയിലും കേരളത്തിലെ ആകെയുള്ള വികസന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വികസന കാര്യങ്ങൾക്കൊപ്പം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ നിർത്താം. അത് നമ്മുടെ ക്രമസമാധാനമാണ്, സമാധാന ജീവിതമാണ്. എല്ലാം ഉണ്ടായെങ്കിലും എത്ര പണമുണ്ടെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇന്ത്യയിൽ ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ് ഈ കേരളം എന്ന് തെളിയിക്കുന്ന 100 അനുഭവം നമുക്കുണ്ട്. നമ്മുടെ പോലീസ്, നമ്മുടെ പൊതു ക്രമസമാധാനം, അത് എടുത്തു പറയേണ്ടതാണ്. ഏതൊരു ആൾക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വതന്ത്രമായി നടക്കാനും പറ്റുന്നൊരു സ്ഥലമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞത് കേവലം ഇടതുപക്ഷം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ നമ്മുടെ ആകെ വലിയ പങ്ക്, ഈ ഗവൺമെൻറ്റിന് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ട് അത്രയും വലിയ പങ്ക് വഹിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളുമായിട്ടെല്ലാം സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ വളരെ മാതൃകാപരമായ പരസ്പര സംവാദത്തിൻ്റെ ഈ വേദിയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനായ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു.